ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊന്നുമല്ല, നമ്മൾ സിമ്പിളായിട്ടൊരു ക്ലിമീൻ ഫ്രൈ ഉണ്ടാക്കുകയാണ്. ക്ലിമീൻ ഫ്രൈ എന്ന് പറയുമ്പം വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ വീട്ടിലുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ, അതൊക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു സിമ്പിൾ ക്ലിമീൻ ഫ്രൈ ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ക്ലിമീൻ ക്ലീൻ ആക്കാൻ അറിയണ്ടേ? അപ്പം അങ്ങനെ ക്ലീൻ ആക്കാൻ അറിയാൻ മേലാത്തൊരു പേടിക്കണ്ട, എൻ്റെ ഒരു വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് ക്ലീൻ ആക്കാൻ സിമ്പിളായിട്ട് പറ്റും. നമ്മുടെ കിളിമീൻ ഇവിടെ റെഡിയാണ്. വീഡിയോ ചെയ്ത് കാണാൻ പറ്റുമെന്നറിയില്ല ഞാൻ കരുത്. ഇതാണ് നമ്മുടെ കിളിമീൻ. ആരും ഇവിടെ പൊങ്കാല ഇടരുത് കേട്ടോ. ഞാനിത് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഇടുന്നത്. ഇതേർത്ത് എല്ലാവർക്കും അറിയരുത്. എനിക്ക് മാത്രം അധികം അറിയാൻ മേലാത്തത്. എങ്കിലും കുഴപ്പമില്ല, എന്നെ പോലെ പാവങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടേ, നല്ല മുള്ളുള്ള കിളിമീനാണേ. ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതാടെ നമ്മുടെ കിളിമീൻ കയ്യിലിരിപ്പുണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം കാണിച്ചു തരാവേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കത്രികയാണ് ഗൈസ്, കത്രിക. ഓക്കെ, നമുക്ക് കത്രിക ഇല്ലെങ്കിൽ നമുക്ക് കത്തി വെച്ചും ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ വലിയ മുള്ളുണ്ടല്ലോ, ഇത് കയ്യിലൊക്കെ കൊണ്ടുപോകാതെ സൂക്ഷിക്കുക. ഈ വലിയ മുള്ള് നമുക്ക് ഫസ്റ്റ് കണ്ടിച്ചോളാം. മുളയിലേ നുള്ളിക്കളയണം ഈ മുള്ള്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ താഴ്ഭാഗത്തും ഇതിൻ്റെ മുള്ളുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് കളയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ വാല് ഭാഗം ഞാനൊരു വീഡിയോ കണ്ടതനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്ത് പഠിച്ചത് കേട്ടോ. സാധാരണ ഞാൻ ലാസ്റ്റാണ് വാലൊക്കെ കളയുന്നത്, പക്ഷേ ഇവർ ഇതിൻ്റെ അകത്ത് വാല് കളഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാല് കളയും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കടത്തിയിട്ട് ഇങ്ങനെ പൊളിക്കാം. കണ്ടില്ലേ, ഇങ്ങനെ. അതിൻ്റെ ആ ഒരു ചെകിലയുടെ താഴെ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ചിറക് പോലത്തെ, അതിങ്ങനെ കത്തി കടത്തിയിട്ട് നമ്മൾ പയ്യെ ഒന്ന് വലിച്ചെടുക്കണം. അപ്പം ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്നാ ചെയ്യാം, ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ചെതുമ്പൽ ഒരു കത്തിയുടെ സഹായത്തോടു കൂടി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ചെതുമ്പൽ അങ്ങ് ഇളകി പോകുന്നോളും. കണ്ടില്ല, ഇതുപോലെ ഇളകി പോകുന്നോളും. ആ ചെതുമ്പൽ നമ്മൾ നന്നായിട്ടൊന്ന് മുറിച്ച് കളയും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടാണ് നേരത്തെ വാല് മുറിച്ച് കളഞ്ഞു കേട്ടോ. ഞാൻ ഈ ചെതുമ്പലെല്ലാം കളഞ്ഞ്, എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ചെതുമ്പലെല്ലാം കളഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ വാല്. ഇത് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ ചെകിലയിലിടും. ഇതിൻ്റെ ഈ സാധനം ഇല്ലേ, എന്നാ പറയുന്നത്, ഈ ചെതുമ്പൽ എന്ന് പറയും. അപ്പം ആ ചെതുമ്പൽ പെട്ടെന്ന് അങ്ങ് ഇളകി പൊക്കും. വെള്ളത്തിൽ മുക്കിയിട്ട് പൊക്കുവാണെങ്കിൽ ഒരുപാട് നേരം വെള്ളത്തിൽ ഇടേണ്ട, ഒരു ചീക്കൽ പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് ഉരച്ച് ഏകദേശം നമ്മളതിൻ്റെ ചെതുമ്പൽ വേണ്ട ക്ലീൻ ചെയ്തുകൊണ്ടോ. ഇനി ഇവിടെ കുറച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടിയിലിട്ട് തേക്കുന്ന സമയത്ത് അത് പൊക്കോളും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തലയിറത്ത് കളയാം ഗൈസ്. നമ്മൾ ഈ കത്തി ഇങ്ങനെ തലയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിച്ചു വിടുക. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഇതിൻ്റെ തലയില്ലേ, ഈ സൈഡ് ഇതിൻ്റെ അകത്തൂടെ കയറ്റിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്ത് വിടുക. എന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കി കളയാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഈ സാധനം നമ്മളിതാ ഇങ്ങനെ പൊക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ നമുക്കിങ്ങനെ കൈ കൊണ്ട് എടുത്തത് മുട്ട പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വിജയകരമായി നമ്മൾ ഒരു മീൻ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത മീൻ ഇതങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. നമ്മൾ അടുത്ത മീൻ എടുക്കുകയാണ്. ഇതേ കണക്കിന് തന്നെ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ ഈ മുള്ള് ഉണ്ടോ, ഇത്രയും വലിയ മുള്ള്, അത് കൈ കുത്തി കയറിയുള്ള അവസ്ഥ. ഇതൊരു കത്രിക വെച്ചിട്ട് നമുക്കിങ്ങനെ കണ്ടിച്ചാൽ, ഒരു കത്രിക യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതിവിടെ ഒരു ഫിൻ പോലത്തെ സാധനമുണ്ട്, അത് കളയാം. ഇനി ഇവിടെ ഒരെണ്ണം കാണും, അത് ലാസ്റ്റ് കളഞ്ഞാൽ മതി കേട്ടോ. അതിപ്പോൾ കളയണ്ട. ഇനി ഇതിൻ്റെ എന്ത് ചെയ്യണം, ചെതുമ്പൽ ഇങ്ങനെ ഒരു കത്തി വെച്ച്, ഈ കത്തി വെച്ച് തന്നെ ചെയ്യാം, പക്ഷേ എനിക്കത് വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നത്. ഞാൻ കത്തി വെച്ച് തന്നെ യൂസ് ചെയ്തിട്ട്, കത്തി വെച്ച് തന്നെ ഇതുണ്ടോ ഇളകിപ്പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ വെള്ളത്തിൽ നോക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകിപ്പോകും. മറ്റു മീനുകളെ പോലല്ലേ ഇതിൻ്റെ ചെതുമ്പൽ അങ്ങ് പെട്ടെന്ന് ഇങ്ങനെ ഇളകി പോകുന്ന ടൈപ്പ്, അത് കുറച്ച് എളുപ്പമുണ്ട്. എന്നാൽ കൂടുതൽ ചെതുമ്പൽ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ നല്ല എളുപ്പമുള്ള മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക. അപ്പോൾ അതാണ് ക്ലീനായി. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഇതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫിൻ പോലത്തെ സാധനം പറിച്ചിടാം. ഈ സൈഡിലുള്ള ചെറിയ അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ അപ്പത്തേക്ക് ഇങ്ങനെ കിട്ടും.
ഇനി നമ്മൾ ഞാൻ വെച്ചാൽ ഇതേപോലെ നമുക്ക് കണ്ടിച്ചെടുക്കാം. ഇത് കത്തി വെച്ച് ഞാൻ കഴുത്തപ്പ് കാണിച്ചിരുന്നു. കത്തി വെച്ച് നടിഞ്ഞു ജസ്റ്റ് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് പറിച്ചു കളയാം. എന്നിട്ട് ഇതിനുള്ളിലേക്ക് കൈ കടത്തി അതിൻ്റെ വേസ്റ്റ് എടുത്ത് റിമൂവ് ചെയ്ത് കളയാം. വെള്ളത്തിലിടണം കേട്ടോ, ഇത് മറക്കരുത്. കാരണം എനിക്കിപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നത്, കാരണം ഈ വീഡിയോയുടെ കാര്യങ്ങൾ എടുക്കണം, അതുപോലെ 2 മീനും വെട്ടണം. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് കേട്ടോ, അടിപൊളിയാണ് സ്വെറ്റർ. നമ്മുടെ കിളിമീൻ നല്ല ക്ലീൻ ആയിട്ട് കിട്ടി. ഇനി ബാക്കി എന്തെങ്കിലും ചെറുപ്പുള്ള കാര്യങ്ങൾ ഇതുപോലെയൊക്കെ കാണുമെങ്കിൽ അത് നമ്മൾ ചട്ടിയിലിട്ട് തേക്കുന്ന സമയത്ത് പൊക്കോളും കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് വേസ്റ്റും കൂടെ ഉണ്ട്, അത് നമ്മൾ ഉപ്പിട്ട് കഴിയുമ്പോൾ പൊക്കോളും. അപ്പോൾ ശരിക്കും മീൻ ചട്ടിക്കകത്തിട്ടാണ് കഴുകുന്നത് നല്ലത് കേട്ടോ. കാരണം നന്നായിട്ടത് ക്ലീൻ ആവണമെങ്കിൽ മീൻ ചട്ടിക്കകത്ത് തന്നെ, മൺചട്ടിയില്ലേ അതിൻ്റെ അകത്തിട്ട് കഴുകുക. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡ് താമസിക്കുന്ന വീടാണ്. അപ്പോൾ പുള്ളീൻ്റെ വീട്ടിൽ ഞാൻ 1 മാസം നിൽക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കറി വെക്കാൻ ചട്ടികളും കാര്യങ്ങളും പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് നമ്മളൊരു ചീനച്ചട്ടി എടുത്താട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു മൺചട്ടി തന്നെ വേണമെന്നൊന്നും ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. തേച്ച് കഴുകി വൃത്തിയാക്കിയെടുക്കണം. കല്ലുപ്പായിരിക്കും നല്ലത് ഇടുന്നത്. ഞാൻ കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പൊടിയുപ്പ് ആഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും മതിയാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇങ്ങനെ ഈ ചട്ടിക്കകത്തിട്ടൊന്ന് തിരുമ്മണം. നന്നായിട്ട് ചട്ടിക്കൊന്ന് തിരുമ്മുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ക്ലീൻ ആയിക്കോളും. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വരഞ്ഞിട്ട് ശകലം വെള്ളം കൂടി ഒഴിച്ച് കഴുകി എടുക്കും. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ കഴുക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും മീനെ കുളിപ്പിച്ച് കൂട്ടാനായിരിക്കും. പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു മിക്സിയിൽ ഇതിനകത്തിലേക്ക് ഇട്ടാണ് അരപ്പ് റെഡിയാക്കുന്നത്, ഇത് തേക്കാനുള്ളത്. അപ്പം ഫസ്റ്റ് നമുക്ക് കുറച്ച് ഇഞ്ചി വേണം. ഇഞ്ചി മതി കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇഞ്ചി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടിയത് വെളുത്തുള്ളി. വെളുത്തുള്ളി ഞാൻ കുറച്ചേറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 1 2 3 4 5 6, ഇവിടെ 6 മീനാണ് നമുക്കുള്ളത്. അപ്പോൾ ആ 6 മീനുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ എനിക്ക് ഇച്ചിരി എരിവും വേണം, അന്ന് ഒരുപാട് എരിവായി പോരുത്. അപ്പോൾ ഞാൻ 2 ടൈപ്പ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒന്ന് എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാം, കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർത്തിടുക. ഇതൊരു തുള്ളി ഇട്ടാൽ പോലും നല്ല എരിവായതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഇടുന്നില്ല. ഒരു അര സ്പൂണോളം ഇടുന്നുള്ളൂ കേട്ടോ. ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട്, അത് എരിവുള്ള മുളക് പൊടിയാണ്. ഇനി നമുക്ക് വേണ്ടത് കളർ മുളക് പൊടിയില്ലേ, എന്നുവെച്ചാൽ കാശ്മീരി മുളക് പൊടി, അപ്പോൾ അത് വേണം. അപ്പം ഞാൻ ഇനി ഇടാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ച് മീനുണ്ടല്ലോ, 6 കഷ്ണം മീനുണ്ട്, അപ്പോൾ അതിനുള്ളത് ഞാനൊരു ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം അത്രയും മതി നമുക്ക്. അപ്പം അത് ഈ കാശ്മീരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാലും കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, എരിവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് കളറങ്ങ് ചേർക്കണ്ട. നമ്മൾ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു 1/4 ടീസ്പൂണോളമൊക്കെ മതി കേട്ടോ, മഞ്ഞൾപ്പൊടി. അതുകൂടാതെ നമുക്ക് വേണ്ടത്, ഞാൻ കുരുമുളക് പൊടി ചേർക്കും, നിങ്ങൾ ചേർക്കുമോയെന്ന് എനിക്കറിയില്ല, വേണ്ടിയവർക്ക് അറിയാം. ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിനിടാം. നമുക്ക് നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ടതും മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ കണക്കിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ തുള്ളി വെള്ളം കൂടെ ഒഴിച്ച്
ശേഷം വെള്ളം കൂടി ഒഴിച്ചൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ അരപ്പായിട്ടുണ്ട്. കുറച്ചൊക്കെ അരയാനുണ്ട് കേട്ടോ, ഈ മിക്സിയിലൊന്നും അരയുന്നില്ലായിരുന്നു. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ അരപ്പ് സെറ്റായി. എല്ലാം സമയം ചിലവാക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പം എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. സമയം പോയി, ചേട്ടായി വരാറായതുകൊണ്ട് ഇനിയിപ്പം തപ്പി തകഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ വരുമ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് ഒന്ന് മിക്സാക്കിയേ. നമുക്ക് നമ്മുടെ മീനിലേക്ക് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഈ അരപ്പേ. ഇതുപോലെ എൻ്റെ ഉള്ളിലും ഒക്കെ ആയിട്ടൊന്ന് മിക്സപ്പ് ചെയ്ത് ഇടകളിലൊക്കെ കയറണമല്ലോ, അപ്പോൾ അവിടെ നമ്മൾ പിടിച്ച് വെച്ചു. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ഈ വെള്ളമുണ്ട് ശകലം, അപ്പോൾ അത് പൊട്ടി തീരട്ടെ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ഇതിലെ വെള്ളമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മീൻ ഇടാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല എല്ലാം പുരട്ടി നമ്മൾ മീൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ആദ്യം ഈ മുഴുത്ത ആളെ തന്നെ എടുക്കാം. നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കാം. ഈ മിച്ചം വരുന്ന അരപ്പ് നമുക്ക് കളയണ്ട, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഈ എണ്ണയിലിട്ട് വറുത്തിട്ടെ നമുക്ക് അത് വീണ്ടും റീയൂസ് ചെയ്യാം. അതായത് റീയൂസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു പൊടി പോലെ നമുക്ക് തരിപ്പൊടി കൂടി കഴിക്കാം. ഇനി അടുത്ത രണ്ടെണ്ണം നമുക്ക് അടുത്ത ട്രിപ്പ് ഇടാം. അപ്പോൾ നമുക്ക് മാറ്റാം. കുറച്ച് മസാല കൂടെ മുകളിലൊക്കെ പിടിപ്പിക്കാം. ഓക്കെ, ഇത് തിരിച്ചിട്ടു. നന്നായിട്ട് വെന്തിട്ട് തിരിച്ചിട്ടാൽ ഇതുപോലെ പൊടിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് പൊളിഞ്ഞു പോയത് ഗൈസ്. അവിടെ ബാക്കി തട്ടിപ്പിടിച്ച് പാടാണ് ഇത് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ ഇത് താത്തിട്ട് നിങ്ങളെ കാണിക്കും ഗൈസ്. ക്യാമറ പിടിച്ച് ഇളക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പീസ് പറഞ്ഞു